ഹമാസ് ഭീകരരുടെ ചിത്രങ്ങളുമായി പാലക്കാട് തൃത്താലയിൽ പള്ളി ഉറൂസ്. ഭീകരരുടെ ചിത്രങ്ങൾ ഏന്തിയാണ് ഉറൂസിന്റെ ഭാഗമായി ആന എഴുന്നള്ളത്ത് നടന്നത്. ഇസ്രായേൽ തുടച്ചു നീക്കിയ ഹമാസ് തലവന്മാരായിരുന്ന ഇസ്മയിൽ ഹനിയ, യഹിയ സിൻവർ എന്നിവരുടെ ചിത്രങ്ങളാണ് ആനപ്പുറത്ത് എഴുന്നള്ളിച്ചത്. അരുൺ ആലത്തൂർ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, എന്താണ് അവിടെ സംഭവിച്ചത്? തൃത്താലയിൽ നടന്ന പള്ളി ഉറൂസിലാണ് ഇത്തരത്തിൽ ഹമാസ് തീവ്രവാദികളുടെ ചിത്രവും പിടിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി നടന്നിരിക്കുന്നത്. എഴുന്നള്ളത്ത് നടന്നിരിക്കുന്നത് ആനപ്പുറത്താണ്. ഈ ഹമാസ് തീവ്രവാദികളുടെ ചിത്രങ്ങൾ ഏന്തിക്കൊണ്ട് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. തറവാടി തെക്കേ ഭാഗം, മിന്നൽപ്പട തെക്കേ ഭാഗം എന്ന ടീമാണ് ഈ തീവ്രവാദികളുടെ ചിത്രം ഉയർത്തിയത്. തീവ്രവാദികളായ ഇസ്മയിൽ ഹനിയെ, അതുപോലെ തന്നെ യഹിയ സിൻവർ എന്നിവരുടെ ചിത്രങ്ങളാണ് ഈ ആനപ്പുറത്ത് എഴുന്നള്ളിച്ചിരിക്കുന്നത്. ഈ തീവ്രവാദികളുടെ ലിസ്റ്റ് നമുക്ക് പരിശോധിക്കുമ്പോൾ ഈ ഇസ്മയിൽ ഹനിയയെ ഇസ്രയേലാണ് തുടച്ചു നീക്കിയത്. നിരവധി കൂട്ടക്കൊലകളും മറ്റുമൊക്കെ നടത്തിയിട്ടുള്ള തീവ്രവാദിയാണ് ഇസ്മയിൽ ഹനിയെ. അതുപോലെ തന്നെ യഹിയ സിൻവറിനെ ഇറാനാണ് തുടച്ചു നീക്കിയത്. ഈ രണ്ട് തീവ്രവാദികളും നിരവധി കൂട്ടക്കൊലകൾ നടത്തിയിട്ടുള്ള തീവ്രവാദികളാണ്. കൂട്ടക്കൊലകൾ മാത്രമല്ല, നിരവധി ആളുകളെ ബന്ദിയാക്കുകയും മറ്റുമൊക്കെ, സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകളെ ബന്ദിയാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വലിയ ക്രൂരകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള തീവ്രവാദികളുടെ ആ തീവ്രവാദികളുടെ ചിത്രവും ഏന്തിക്കൊണ്ടാണ് ഇത്തരമൊരു പരിപാടി നടന്നത് എന്നുള്ളതാണ്. ഏതായാലും മന്ത്രി എം ബി രാജേഷും അതുപോലെ തന്നെ തൃത്താലയിലെ മുൻ MLA ആയ VT ബലറാം ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അവരൊക്കെ പങ്കെടുത്തിട്ടുള്ള പരിപാടിയാണ്. ആ പരിപാടിയിലാണ് ഇത്തരം ചിത്രങ്ങളും പിടിച്ചുകൊണ്ട് എഴുന്നള്ളത്ത് ഉൾപ്പെടെ നടന്നിരിക്കുന്നത്. ഏതായാലും ഈ സംഭവം വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ മുസ്ലിം ജനങ്ങൾക്കിടയിൽ തന്നെ ഇത്തരത്തിൽ ഈ ഒരു തീവ്രവാദ ചിന്താഗതിയുള്ള ആളുകൾ ഇത്തരം ബോർഡുകളും മറ്റും ഉയർത്തി ഈ പള്ളി ഉറൂസിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് വലിയ വിമർശനം അവർക്കിടയിൽ തന്നെ ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതേസമയം തന്നെ ഇത്തരത്തിലുള്ള തീവ്രവാദികളുടെ ചിത്രവുമായി പള്ളിയിൽ നേർച്ച നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഉറൂസ് തൃത്താലയിൽ നടക്കുമ്പോൾ പോലീസോ മറ്റോ ഒന്നും തന്നെ ഈ ബോർഡ് മാറ്റാനോ മറ്റോ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. നമുക്കറിയാം, കേരളത്തിന്റെ വിവിധ ചിലയിടങ്ങളിൽ കാവിക്കൊടി കെട്ടി അല്ലെങ്കിൽ കാവി റിബൺ ധരിച്ചു എന്നൊക്കെ പറഞ്ഞ് പോലീസ് അതിനെ അഴിച്ചു മാറ്റിപ്പിക്കുകയും വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം. അങ്ങനെ ഒരു ഓറഞ്ച് നിറത്തോട് പോലും അസഹിഷ്ണുത കാണിക്കുന്ന ആ നാട്ടിലാണ് പോലീസ് ഇത്തരത്തിലുള്ള തീവ്രവാദികളുടെ ബോർഡ് പിടിച്ചുകൊണ്ട് ഈ ആനപ്പുറത്ത് എഴുന്നള്ളത്ത് സംഘടിപ്പിച്ചിട്ടും അതിനെതിരെ യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. പരിപാടിയുടെ അവസാനം വരെയും ഈ തീവ്രവാദികളുടെ ബോർഡും പിടിച്ചുകൊണ്ടാണ് ആനപ്പുറത്ത് എഴുന്നള്ളത്ത് നടന്നത് എന്നുള്ളതാണ്. അരുൺ, നമുക്കറിയാം, ഇപ്പോൾ ഈ സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലായിട്ട് ഇത്തരത്തിൽ ഹമാസ് പ്രവർത്തകരെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട്. യഹിയ സിൻവറിന്റെ ചിത്രങ്ങൾ പല ഭാഗങ്ങളിലായിട്ട് മലപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അന്നും പോലീസിന്റെ പിന്തുണയുണ്ടായിരുന്നു, ഈ ഇടത് നേതാക്കളുടെ പിന്തുണയൊക്കെ തന്നെയുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതൊരു പള്ളി ഉറൂസിന്റെ ഇടയ്ക്കാണ് അതിഭീകരരായ ഹമാസ് പ്രവർത്തകരെ വെച്ചിരിക്കുന്നത്. ലോകത്തിന് തന്നെ ഭീഷണിയായവരാണ് ഇവരെ പിന്തുണച്ചുകൊണ്ടാണ് ഇങ്ങനെ ആനപ്പുറത്തൊരു എഴുന്നള്ളിപ്പ് പോലും നടത്തിയിരിക്കുന്നത്. ഇത് ചോദ്യം ചെയ്യാൻ പോലും ആരും ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. തീർച്ചയായിട്ടും രജനി, നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഈ ക്ഷേത്ര ഉത്സവങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഈ പള്ളി നേർച്ചകളാണെങ്കിലും അതല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളികളിലെ മറ്റ് ഉത്സവങ്ങളാണെങ്കിലും ഒക്കെ ഒരു സാമൂഹിക സൗഹാർദ്ദം കൂടി ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സംഘടിപ്പിക്കാറുള്ളത്. എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിൽ ഒരു സമന്വയം ആ ക്ഷേത്ര ആചാരങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഈ പള്ളിയിലെ ആചാരങ്ങളാണെങ്കിലും ആ ആചാരങ്ങൾ അവർ കാത്തു സൂക്ഷിക്കുന്നു. അതിനൊപ്പം തന്നെ ഒരു സാമൂഹിക ഐക്യം കൂടി നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ പരിപാടികൾ ഓരോ ഇടത്തും സംഘടിപ്പിക്കാറുള്ളത്. പക്ഷെ ഇത്തരത്തിൽ തീവ്രവാദ ചിന്തകളുള്ള ആളുകൾ ഈ ഉറൂസും മറ്റുമൊക്കെ അതിനെ മറ്റൊരു തരത്തിലേക്ക് ഉപയോഗിക്കുന്നു. സമൂഹത്തിലെ എത്രത്തോളം തീവ്ര ചിന്തകൾ പിടിമുറുക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവായി കൂടി ഇത് മാറുകയാണ് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ തൃത്താലയിലെ ഈ പരിപാടിയിലേക്ക് എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളും പങ്കെടുക്കുന്നുണ്ട് എന്നിരിക്കെ അതിൽ ഇത്തരത്തിൽ ഈ ഹമാസ് തീവ്രവാദികളുടെ ചിത്രം ഉയർത്തിക്കൊണ്ട് ആളുകൾ ഈ കമ്മിറ്റികൾ തന്നെ, അതായത് ഈ പള്ളിയിലെ ഈ നേർച്ച അല്ലെങ്കിൽ ഉറൂസുമായി ബന്ധപ്പെട്ടുള്ള എഴുന്നള്ളത്തിൽ വരുന്ന ഓരോ വിഭാഗങ്ങൾ തന്നെ ഇത്തരം തീവ്രവാദികളുടെ ബോർഡും മറ്റും ഉയർത്തുമ്പോൾ അത് തീർച്ചയായിട്ടും
എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കൂടുതൽ വ്യക്തമാവുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത്തരം തീവ്രവാദികളെ പോലും പിന്തുണയ്ക്കുന്ന തരത്തിലേക്ക് ജനങ്ങൾ മാറിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ തൃത്താല മേഖലയിലെ ഈ ഒരു കലകളായി നടക്കുന്ന ഒരു പരിപാടി, ആ പരിപാടിയിലാണ് ഇങ്ങനെ തീവ്രവാദികളുടെ ചിത്രം പിടിച്ചുകൊണ്ടും മറ്റും ആനപ്പുറത്ത് എഴുന്നള്ളത്ത് നടന്നത് എന്നുള്ളതാണ്. നേരത്തെ ഈ പട്ടാമ്പി നേർച്ചയുമായി ബന്ധപ്പെട്ടും ചില വിവാദങ്ങൾ മുൻപ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ തൃത്താലയിലേക്ക് എത്തിയപ്പോൾ, ഈ ഉറൂസിലേക്ക് എത്തിയപ്പോൾ അത് തീവ്രവാദികളെ, രാജ്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പോലും നടക്കുന്നു. ഈ തീവ്രവാദികളുടെ ചിത്രങ്ങൾ തന്നെ പിടിച്ചുയർത്തിക്കൊണ്ട് പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് പുതുതലമുറയ്ക്ക് ഉൾപ്പെടെ തെറ്റായ സന്ദേശം നൽകുന്നു എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. മാത്രമല്ല, ഇത്തരം തീവ്രവാദികളെ തുടച്ചു നീക്കുക എന്നുള്ളത് നേരത്തെ തന്നെ നമുക്കറിയാം. ഈ ഇസ്രായേൽ ആണെങ്കിലും ഇറാൻ ആണെങ്കിലും ഒക്കെ ഈ തീവ്രവാദികൾ എത്രത്തോളം ആ പ്രദേശത്തെ കൂട്ടക്കുരുതി നടത്തുകയും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരെ ബന്ദികളാക്കുകയും സമാനതകളില്ലാത്ത ക്രൂരകൃത്യങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളാണ് ഈ തീവ്രവാദികൾ. ആ തീവ്രവാദികളുടെ ചിത്രമാണ്, അതായത് ഇസ്മായിൽ കരിഹിയും അതുപോലെ തന്നെ യഹിയ സിൻവാറിന്റെയും ഉൾപ്പെടെ ചിത്രങ്ങൾ പിടിച്ചുകൊണ്ടുള്ള ആനപ്പുറത്ത് എഴുന്നള്ളിച്ചുകൊണ്ട് പരിപാടി നടത്തുമ്പോൾ അത് തീർച്ചയായിട്ടും ഈ തീവ്രവാദ കാര്യങ്ങളെ അനുകൂലിക്കുന്നു എന്ന തരത്തിൽ കൂടെ ഇതിനെ കാണേണ്ടി വരും എന്നുള്ളതാണ്. അതേസമയം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മന്ത്രി എം പി രാജേഷ് ആണെങ്കിലും അല്ലെങ്കിൽ തൃത്താലയിലെ മുൻ MLA ആയ VT ബൽറാം ആണെങ്കിലും ഒക്കെ പങ്കെടുത്തിട്ടുള്ള പരിപാടി. മാത്രമല്ല, പോലീസിന്റെ കൺമുന്നിലാണ് ഈ പരിപാടിയിൽ ഇത്തരം തീവ്രവാദികളുടെ ചിത്രമൊക്കെ ഉയർത്തിക്കൊണ്ട് എഴുന്നള്ളത്ത് നടത്തിയിരിക്കുന്നത് എന്നിരിക്കെ അതിൽ യാതൊരു നടപടിയും ഇതുവരെ പോലീസിന്റെ ഭാഗത്തു നിന്നോ മറ്റോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വളരെ ഖേദകരമായ കാര്യം. അതേസമയം തന്നെ ഇതിനെതിരെ വലിയ വിമർശനം ഉയരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് വലിയ വിമർശനം ഇതിനെതിരെ ഉയരുന്നുണ്ട്. അതിൽ തന്നെ മുസ്ലിം വിഭാഗത്തിനിടയിൽ നിന്ന് തന്നെ ഇതിനെതിരെ വലിയ വിമർശനം ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. ശരി, ഏതായാലും മതസൗഹാർദ്ദമാണ് കേരളം മുന്നോട്ട് വെക്കുന്നതെന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ ഏന്തി ആളുകൾക്കിടയിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ തൃത്താലയിലെ പള്ളി ഉറൂസിനിടെ ഹമാസ് ഭീകരരുടെ ചിത്രങ്ങളും പങ്കുവച്ചതിൽ അവരുടെ ഇടയിൽ തന്നെ ചിലർ പറയുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെയെന്ന്. കേരളം ഒരു ഭീകരവാദികളുടെ വിളനിലമായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഉറൂസിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു വിശേഷ ചടങ്ങിൽ മന്ത്രി അടക്കം MP രാജേഷ് അടക്കമുള്ളവർ പങ്കെടുത്തു, അവിടുത്തെ MLA പങ്കെടുത്തു. എന്നിട്ട് പോലും നടപടികളിലേക്ക് കടന്നിട്ടില്ല. പോലീസ് കൂടെ ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലപാടാണ് കാണുന്നത്. അരുൺ ആലത്തൂരാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.